മാന്യ സദസ്സിന് നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, ഭാരതത്തിലെ ഓരോ ക്രൈസ്തവനും ഓഗസ്റ്റ് 15 ദേശഭക്തിയുടെയും മരിയഭക്തിയുടെയും സുദിനമാണ്. മംഗളവാർത്ത മുതൽ സ്വർഗാരോപണം വരെ ഇതാ കർത്താവിന്റെ ദാസി എന്ന ഭാവത്തോടെ നിന്ന പരിശുദ്ധ മറിയത്തെ മരണമില്ലാത്ത നിത്യതയിലേക്ക് ദൈവം ഉയർത്തിയ ദിനം. നന്മയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമായ പരിശുദ്ധ മറിയത്തിന്റെ ഏറ്റവും പഴക്കമേറിയ തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ. പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും വിശ്വാസവും എന്നും കാത്തു സൂക്ഷിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ആ ഭക്തിക്ക് ശക്തവും ദൃഢവുമായ പാരമ്പര്യവുമുണ്ട്. 1950 നവംബർ 1 12 പിയൂസ് മാർപ്പാപ്പയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉടലോടെ അമ്മ സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന സത്യത്തെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ അവസാനവും നാമും മാതാവിനെ പിൻചൊല്ലുവാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്നത്. ലോകത്തിൽ മറ്റാർക്കുമില്ലാത്ത പ്രത്യേകതകളുള്ളവളാണ് പരിശുദ്ധ മറിയം. ജന്മപാപമില്ലാതെ ജനിച്ച ഏക വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതുപോലെ കർമ്മം കൊണ്ടും പാപരഹിതയാണ് പരിശുദ്ധ മറിയം. ലോകരക്ഷകന്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളെ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ആദരിച്ചുവെന്നാണ് വിശ്വാസം. 12 പിയൂസ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തോടെ പുരാതന വിശ്വാസം കത്തോലിക്ക സിദ്ധാന്തമാവുകയും ദൈവം വെളിപ്പെടുത്തപ്പെട്ട സത്യമായി സ്വർഗാരോപണം മാറുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നാം ചരിക്കേണ്ട പാതയിലേക്കാണ് ഈ തിരുനാൾ നമ്മുടെ കണ്ണുകളെ തിരിക്കുന്നത്. മാതാവിന് അർഹമായ സ്ഥാനം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെയും അവിടുത്തെ പോലെ മനോഹരമാക്കാൻ ഈ തിരുനാളിലൂടെ ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് മിഷൻ.